ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചന ഭാഗമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനാകേണ്ടതെന്ന് ക്രിസ്തുനാഥൻ വിശുദ്ധ ലൂക്കാ സുവിശേഷങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ ഒരു ശിശുവിനെ അടുത്ത് നിർത്തി ശിഷ്യരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 48-ാം തിരുവചനം. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യർ സ്വയം വലുതാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇല്ലാത്തവ ഉണ്ടെന്ന് കാട്ടി മനുഷ്യർ വലുതാകാൻ ശ്രമിക്കുന്നു. അവിടെ ക്രിസ്തുനാഥൻ പറയുന്നു, നീ വലിയവനാകേണ്ടത് അങ്ങനെയല്ല, മറിച്ച് നിനക്ക് തന്നിരിക്കുന്ന മക്കളുടെ മുമ്പിൽ നീ എളിമയോടെ അവർക്ക് സേവനം ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനായി മാറുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നീ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി നീ ചെറുതായി ജീവിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നീ വലിയവനായി മാറുക. കർത്താവ് നമുക്ക് നൽകുന്ന ഈ വചനഭാഗത്തിലൂടെ ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെടേണ്ട കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതെല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ വ്യാപരിച്ച് മനുഷ്യർക്ക് സേവനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ വലിയവനാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ശിശുക്കളേതുപോലെയുള്ള എളിമയും നൈർമല്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.